ഈന്തപ്പന നന്നായി വളരാൻ ഏറ്റവും നല്ല വളം എന്താണ് എന്നറിയാമോ? ഇന്ത്യയിലെ പശുക്കളുടെ ചാണകം. ഇപ്പോൾ ഇന്ത്യൻ പശുവിൻ്റെ ചാണകത്തിന് ക്യൂ നിൽക്കുകയാണ് അറബ് രാജ്യങ്ങൾ. ഞെട്ടിയോ? ഞെട്ടണ്ട, സംഗതി സത്യമാണ്. ക്രൂഡ് ഓയിൽ, ഗ്യാസ് ശേഖരം ഇതൊക്കെ കൊണ്ട് വളരെയധികം സമ്പന്നമായ, വളരെ റിച്ചായ രാജ്യങ്ങളാണ് ഇന്ത്യയിലെ ചാണകം വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നത് എന്നറിയുമ്പോൾ ഈ ചാണകം അത്ര ചില്ലറക്കാരനല്ല, നിസ്സാരക്കാരനല്ല എന്നത് വ്യക്തമാവുകയാണ്. അടുത്തിടെ ഇന്ത്യയിൽ നിന്ന് 192 മെട്രിക് ടൺ ചാണകമാണ് കുവൈറ്റ് ഇറക്കുമതി നടത്തിയത്. കുവൈറ്റിന്റെ ചുവട് പിടിച്ച് മറ്റ് അറബ് രാജ്യങ്ങളും ഇപ്പോൾ ചാണകത്തിന്റെ ഇറക്കുമതി വർദ്ധിപ്പിക്കുകയാണ്. എന്തിനാണ് ഇവർക്ക് ഇത്രയും ചാണകം? എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടമെന്ന് പലരും ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്. അടുത്തിടെ ചാണകത്തിന്റെ പ്രത്യേക ഉപയോഗങ്ങളെക്കുറിച്ച് കാർഷിക രംഗത്ത് പുതിയ ചില കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. നമുക്കറിയാം, ഈന്തപ്പനകൾ ധാരാളമുള്ള സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ. അവിടുത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നവുമാണ് ഈന്തപ്പനകൾ. അടുത്തിടെ സൗദി ഈന്തപ്പഴത്തിൽ നിന്ന് കോള വരെ ഉൽപ്പാദിപ്പിച്ചിരുന്ന വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ഗൾഫ് നാടുകളിലെ ഈന്തപ്പഴ വിളകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം സഹായകമാകുന്ന ഒരു സംഗതിയാണ് ചാണകമെന്ന് ചില ഗവേഷണങ്ങൾ വെളിവാക്കിയിരുന്നു. ചാണകം വളമായി ഉപയോഗിച്ചാൽ ആകെയുള്ള ഉൽപ്പാദനത്തിൽ വലിയ വർധനവുണ്ടാക്കാം എന്ന് അവർ കണ്ടെത്തി. കൂടാതെ വിളകളുടെ വലിപ്പത്തിലും വ്യത്യാസമുണ്ടായത്രേ. ഇതോടെ കുവൈറ്റ് അടക്കമുള്ള അറബ് രാജ്യങ്ങളിൽ ഇപ്പോൾ ചാണകത്തിന് ആവശ്യക്കാർ ഏറെ ഉണ്ടായി. ഇതാണ് ഇന്ത്യയിൽ നിന്നുള്ള ചാണക കയറ്റുമതി ഇരട്ടിയോളം വർദ്ധിക്കാനുള്ള ഒരു കാരണമായി ബിസിനസ് രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ 1 കിലോ ചാണകത്തിന് 30 രൂപ മുതൽ 50 രൂപ വരെയാണ് വില. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഡിമാൻഡ് ഉയരുന്ന സാഹചര്യത്തിൽ വില വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ഇന്ത്യയിൽ ഏകദേശം 300 ദശലക്ഷം പശുക്കൾ ഉണ്ട് എന്നാണ് കണക്ക്. ഇതിൽ നിന്ന് ഒരു ദിവസം ഏകദേശം 30 ദശലക്ഷം ടൺ ചാണകമാണ് ലഭിക്കുക. ഇത് വിപണിയിൽ എത്തിച്ചാൽ സാമ്പത്തിക മേഖലയ്ക്ക് പുതിയ ഉണർവുണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ ഇപ്പോൾ പല വിധത്തിൽ ചാണകം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ധനമായിട്ടും ബയോഗ്യാസ് ആയിട്ട് ഇതിൻ്റെ ബയോഗ്യാസിൻ്റെ ഉൽപ്പാദനം, അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ജൈവവളം, ഈ നിലയിലെല്ലാം ഇന്ത്യയിൽ ചാണകം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കാലങ്ങൾക്ക് മുൻപേ ചാണകം വളമായും മറ്റും ഉപയോഗിച്ചിരുന്നു. നമുക്കറിയാം, പണ്ടൊക്കെ വീടുകളിൽ ഇന്നത്തെ കാലത്ത് ഈ ടൈൽസിനും മാർബിളിനും ഒക്കെ പകരം തറ മെഴുകിയിരുന്നത് ചാണകം ഉപയോഗിച്ചാണ്. അന്തർദേശീയ വിപണിയിൽ ഇപ്പോഴാണ് ചാണകത്തിന് ശ്രദ്ധ ലഭിക്കുന്നത്. ഭാവിയിലും ഗൾഫ് രാജ്യങ്ങളിലെ ഡിമാൻഡ് കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇന്ത്യയിലെ സപ്ലൈ ഇനിയും വർദ്ധിക്കും എന്നാണ് കരുതുന്നത്. അത് രാജ്യത്തെ കർഷകർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ തോതിലുള്ള ഒരു കയറ്റുമതി സംഭാവന നൽകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അറബ് രാഷ്ട്രങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ഈ ചാണക കയറ്റുമതിയുടെ കഥ അത് പറയുന്നത് പരമ്പരാഗത രീതികളും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും എങ്ങനെയാണ് പുതിയ സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നതിൻ്റെ വളരെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. മാലിന്യമായി കണക്കാക്കിയേക്കാവുന്ന വിഭവങ്ങളുടെ മൂല്യനിർണ്ണയത്തിൻ്റെ ഉപയോഗത്തിൻ്റെയും പ്രാധാന്യവും ഇത് കാണിക്കുകയാണ്. ഈ പ്രവണത ഇന്ത്യക്കും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും ഗുണം ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ വരുമാനം കൂട്ടാം, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകാം, അറബ് രാജ്യങ്ങൾക്ക് മെച്ചപ്പെട്ട കാർഷിക ഉൽപാദനക്ഷമതയും ഈന്തപ്പന കൃഷിക്ക് കൂടുതൽ സുസ്ഥിരമായ സമീപനവും വാഗ്ദാനം ചെയ്യാം. ഭാവിയിൽ ഈ എളിയ പദാർത്ഥത്തിന് നമ്മൾ കണ്ടെത്തിയേക്കാവുന്ന മറ്റ് അത്ഭുതകരമായ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ചാണകം ഇനി വെറും ചാണകമല്ല, അത് ആഗോള പ്രത്യാഘാതങ്ങളുള്ള ഒരു വിലപ്പെട്ട വിഭവമാണ്. ഇനി മറ്റൊന്നുകൂടി പറയാം, നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം 300 ദശലക്ഷം കന്നുകാലികളുണ്ട്. അവ പ്രതിദിനം 30 ദശലക്ഷം ടൺ ചാണകം ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്ത്യയിൽ പശുവിൻ ചാണകം പ്രാഥമികമായി ഉപയോഗിക്കുന്നത് ഉണക്കി ഇന്ധനം ഉണ്ടാക്കാനാണ്. ചൈന, UK തുടങ്ങിയ രാജ്യങ്ങളിൽ ചാണകം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. കൃഷിയിൽ വളമായും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ചാണകത്തിന് പൊതുവെ വില കുറവാണ്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ അതിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യം അതിന്റെ മൂല്യം ഉയരാൻ കാരണമായി. നിലവിൽ കിലോഗ്രാമിന് 30 മുതൽ 50 രൂപ വരെയാണ് ചാണകം വിൽക്കുന്നത്. ഡിമാൻഡ് ഇനിയും കൂടും എന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഭാവിയിൽ വിലയിലും ഗണ്യമായ വർധനവ് ഉണ്ടായേക്കാം. അപ്പോൾ ചാണകത്തിനെ പറ്റി പറഞ്ഞ, അല്ലെങ്കിൽ ചാണകത്തിനെ വളരെയധികം മോശമായി പറഞ്ഞവരൊക്കെ ഇനി ഒന്ന് ചിന്തിക്കേണ്ടി വരും, ചാണകം എന്ന് ചിലരെയൊക്കെ വിളിക്കുമ്പോൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.